ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ സാധാരണ ഈ അടുത്ത സമയത്ത് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ അടുത്ത സമയത്ത് കടയിലോട്ട് കയറി ചെല്ലുമ്പോ ഈ അടുത്ത സമയത്ത് എറണാകുളത്തോട് യാത്ര ചെയ്ത് വരുമ്പോ കൂടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. മക്കൾക്ക് വല്ലാത്ത വാശി. അവർക്ക് ചവിട്ടാൻ സൈക്കിൾ വേണം, കളിക്കാൻ അവർക്ക് ബാറ്റ് വേണം, ബോൾ വേണം. അങ്ങനെ എറണാകുളം ദേശീയ പാതയിലൂടെ ഇങ്ങനെ വല്ല സഞ്ചരിക്കുമ്പോ പതിവായി ഞാൻ സന്ദർശിക്കാനുള്ള ഒരു കട കണ്ടു, കോസ്മോസ് സ്പോർട്സ്. അതിന്റെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രസംഗം തുടങ്ങുന്ന ഉദാഹരണത്തിൽ പറഞ്ഞു മാത്രം. ആ തിരക്കിന്റെ ഇടയിൽ വണ്ടി നിർത്തി അവിടേക്ക് ഇറങ്ങി ഭാര്യയും മക്കളും ഒക്കെ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെയാണ് കുട്ടികളുമായി സംസാരം കിട്ടുന്നത് കൊണ്ട് വാഹനത്തിൽ കയറിയാൽ പിന്നെ മക്കളും 3 പേര് എന്റെ മടിയിലിരിക്കുക. കൊല്ലത്ത് നിന്ന് യാത്ര തുടങ്ങി എറണാകുളത്തെത്തിയപ്പോ 2.5 വയസ്സുള്ള മോളും ആ മക്കളുമൊക്കെ എന്റെ ശരീരം മുഴുവൻ ഏതാണ് എന്റെ വസ്ത്രമൊക്കെ എഴുന്നേറ്റപ്പോ 20 രൂപ കൊടുത്ത് കഞ്ഞിയുടെ വശമൊക്കെ നന്നായിട്ട് വഴിവാക്കിയിട്ട് എന്റെ വസ്ത്രം അവര് നന്നായി ചവിട്ടി ഉടച്ച് മോളുടെ ചോക്ലേറ്റ് മിഠായിയുടെ ആവശ്യമൊക്കെ എന്റെ വസ്ത്രത്തിൽ ഏതാണ്ട് പല ഭാഗത്ത് ആയിട്ടുണ്ട്. മക്കളുടെ ഈ പരാക്രമാന്ത മുടിയൊക്കെ വല്ലാതെ പാലം പറന്ന് കിടക്കുന്നുണ്ട്. കണ്ടാൽ ആൾക്കാർ വീർവാക്കുകയാണ്, മനസ്സിലാവില്ല. ഞാനിത് പറയാൻ കാരണം നേരെ ഭാര്യ കൂടെയുണ്ട്. ഭാര്യ വണ്ടിയെ വെച്ച് ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കുട്ടികളും കൂടി കോസ്മോസ് സ്പോർട്സ് എന്നെഴുതിയ കറുത്ത മഞ്ഞ അക്ഷരം എഴുതിയ ആ അക്ഷരം എഴുതിയ കടയിലോട്ട് കയറിയപ്പോ സ്വാഭാവികമായി എന്റെ തലയിലപ്പോ തൊപ്പിയില്ല, യാത്രയിൽ അങ്ങനെ ഉപയോഗിച്ചില്ല. അങ്ങനെ കയറാൻ വേണ്ടി എന്റെ മക്കളുമായി ഉറഞ്ഞ വസ്ത്രവുമായി ഒരു അലസമായി മുടിയൊക്കെ പാറി ആ കടയുടെ ഡോറിലോട്ട് വാതിൽ തുറന്നപ്പോ മുമ്പേയുള്ള ആളുകൾ സ്വീകരിച്ചു, അകത്തോട്ട് കയറി. ഞാൻ നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ ഒരു ചെറിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾ പൂർണ്ണമായി ഈ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ പൂർണ്ണമായും CCTVയുടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ബോട്ട് പെട്ടെന്ന് എന്റെ കാലുകളിൽ ചങ്ങല കെട്ടിട്ടതുപോലെ നിന്നു. ഞാൻ ചിന്തിച്ചു, അല്ലാഹുവേ ശരിയാണല്ലോ, നാനാഭാഗത്തും കണ്ണു തുറന്നു നിൽക്കുന്ന ക്യാമറകൾ എന്നെ ഇപ്പോൾ ഒപ്പിയെടുക്കുകയാണല്ലോ. ആ കണ്ണുകൾ ഒപ്പിയെടുത്തിയുടെ ദൃശ്യങ്ങൾ നാളെ ഒരിക്കൽ അതിന്റെ പരിശോധിച്ചാൽ ഇത് കബീർ മാത്രമാണ് എന്നാണ് തിരിച്ചറിഞ്ഞാൽ എന്റെ തലയിൽ തൊപ്പിയില്ലല്ലോ. എന്റെ മുടി മുഴുവനും അലസമായി യാത്രയുടെ ആലസ്യങ്ങളുടെ പാട് പറന്ന് കിടക്കുന്നുവല്ലോ. എന്റെ വസ്ത്രങ്ങളിൽ ചുളിവുകൾ എന്റെ വസ്ത്രങ്ങളിൽ അടുക്കു വരുന്നുവല്ലോ. ഞാൻ പെട്ടെന്ന് തിരിച്ചു നിന്നു. എന്റെ കൂടെയുള്ള ആലസ്യനോട് പറഞ്ഞ പോലെ വാഹനത്തിൽ പോയി തൊപ്പിയെടുത്തിട്ട് ഷാൾ എടുത്തിട്ട് പോയി തൊപ്പിയും ഷാളും എടുത്തുകൊണ്ട് വന്നു. പോക്കറ്റിലുണ്ടായിരുന്ന ചീപ്പെടുത്തിട്ട് പെട്ടെന്ന് ഞാൻ മുടി ചീവി തൊപ്പിയെടുത്തു ഷാളിട്ടു. എന്റെ ഈ വസ്ത്രത്തിന്റെ എന്റെ കൈയുടെ മടക്കി വെച്ച കൈയൊക്കെ വന്ന് നിവർത്തി. ഞാൻ കാരണം എന്റെ മനസ്സിൽ അകാരണമായ പേടി മറ്റൊന്നുമല്ല. നാളെ ഇത് മറ്റൊരാൾ ആ സമയത്ത് അയ്യേ വാക്കവി ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇതേവരെ ഉണ്ടാക്കി വെച്ച എന്റെ മുഴുവനും അഭിമാനവും ആ ഒരു ദൃശ്യത്തിൽ നഷ്ടപ്പെടുമോ എന്ന അഗാധമായൊരു ഭയം എന്റെ മനസ്സിൽ പിടികൂടിയപ്പോ ഞാൻ സ്വയം പരിവർത്തിതനായി. ഞാൻ സ്വയം എന്നെ നന്നാക്കാൻ ശ്രമിച്ചു. എന്റെ ബാഹ്യ അവസ്ഥകളെ ഞാൻ സ്വയം അച്ചടക്കമുള്ളവരാകാൻ ശ്രമിച്ചു. ഇന്ന് നമ്മുടെ ഏത് മുഴുവനും ഏത് പേരുകളിൽ കയറിപ്പോയാലും അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഓരോരുത്തരും നമ്മുടെ സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് നന്നാവും, നമ്മുടെ മുഖമൊന്ന് ശരിയാക്കും. ആ ഒരു വാക്ക് കേട്ടാൽ പെട്ടെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഷോപ്പിംഗ് മാളുകളിൽ സായാഹ്നങ്ങളിൽ അലസ ഗമനം നടത്തുന്ന എന്തിനൊക്കെയോ തങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഗമനം നടക്കുന്ന ആൺകുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട്, സൂക്ഷിക്കണം, ക്യാമറയുണ്ട്, സൂക്ഷിക്കണം. വാഹനം നമ്മൾ ഓടിച്ചു കോഴിക്കോട് ദേശീയപാതയിലൂടെ പോകുമ്പോ ആ 90ലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും, ക്യാമറയുണ്ട്, അടിക്കാൻ സാധ്യതയുണ്ട്, പതിയാൻ സാധ്യതയുണ്ട്, നാളെ നിന്നെ തേടി അതിന്റെ പ്രതിവിധി കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഓരോ പ്രാവശ്യവും വാഹനത്തിൽ പാഞ്ഞു പോകുമ്പോൾ മുമ്പിൽ കാണുന്ന ക്യാമറ കണ്ണുകൾ നമ്മെ പലപ്പോഴും അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ, അത് നമ്മളെ മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബേക്കറിയിൽ കാണുന്ന പെട്ടി
പെട്ടിക്കടയിൽ കാണുന്ന മലബാർ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിലോട്ട് കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് കാണുമ്പോൾ ആ സമയത്ത് നാം സ്വയം അച്ചടക്കത്തിലാണ് എങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ബോർഡ് എത്രയോ നാളുകളായി നാം കാണുന്നു. എന്തേ നമുക്കൊരു അച്ചടക്കമുണ്ടാവാത്തത്? യഥാർത്ഥത്തിൽ ക്യാമറ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? പെട്ടിക്കടയിലല്ല, കോസ്മോസിലല്ല, മലബാർ ഗോൾഡിലല്ല, ഇവിടുത്തെ ബേക്കറിയിലല്ല, ജുവല്ലറിയിലല്ല, ഷോപ്പിംഗ് മാളുകളിലല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറകൾ ചുറ്റുഭാഗത്ത് ഘടിപ്പിക്കപ്പെട്ട ഏത് സമയത്തും നിരീക്ഷണത്തിലായി നടന്നു പോകുന്ന ഏറ്റവും വലിയ CCTVയുടെ നിരീക്ഷണത്തിൽ നടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഞാൻ തന്നെയാണ്, നീ തന്നെയാണ്. ഏറ്റവും വലിയ ക്യാമറകൾ അല്ലാഹു ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചുറ്റുമാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹു നിരീക്ഷിക്കുന്നത് നമ്മയാണ്. ഞാൻ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് പോവുകയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കൈ വിരലുകൾ കൊണ്ട് എണ്ണിക്കോളൂ. ഈ പ്രസംഗം 1 മണിക്കൂറാകട്ടെ, 1.5 മണിക്കൂറാകട്ടെ, ഒരാൾക്ക് ജീവിതത്തിൽ മാറണം എന്ന ആഗ്രഹം ഈ സദസ്സിലുണ്ടായാൽ അത് കേൾക്കാൻ ഇത് മാത്രം മതി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറയുടെ കണ്ണുകൾ നമുക്ക് ചുറ്റും എത്ര ക്യാമറ ഉണ്ട് എന്ന് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്നെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് പറയുന്നത്? അല്ലാഹുവാണ് പറയുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതാണ്ട് നമ്മുടെ ശരീരത്തിൽ 9 ക്യാമറകളാണ് അല്ലാഹു ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ക്യാമറ? ഒന്ന് എന്റെ കൂടെ സഞ്ചരിച്ചു. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഭാഗ്യലോകത്ത് നിൽക്കാതെ എന്റെ വാക്കുകൾക്ക് പുറകെ നിങ്ങൾ സഞ്ചരിക്കണം. അല്ല, എന്റെ വാക്കുകളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. അല്ല, എന്റെ വാക്കുകൾക്ക് മുമ്പേ നിങ്ങൾ സഞ്ചരിക്കണം. അല്ലാഹു നമ്മുടെ ചുറ്റും ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ മുമ്പ് അല്ലാഹു നമ്മുടെ ഇടയിൽ വെച്ചിരിക്കുന്ന ക്യാമറകൾ 9 ക്യാമറകളാണ്. എത്ര ക്യാമറ? 9. ആ ക്യാമറയിൽ ഒന്നാമത്തെ ക്യാമറ ഏതാ? ഞാനല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അലസഗമനം നടക്കുന്ന ഈ ജീവിതത്തിന്റെ വലിയ യാഥാർത്ഥ്യങ്ങളിൽ ഏത് തിന്മ ചെയ്താലും ഏത് പാതിരാത്രി ചെയ്താലും അതാരും കാണുന്നില്ലെന്ന സമാശ്വാസത്തോടെ നടന്നു പോകുന്ന അധപതനത്തിന്റെ അധമഭാവതലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന മാനവാ, അല്ലാഹു പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ ക്യാമറ. ആ ക്യാമറയാണ് നമ്മുടെ പടച്ചവനായ ഏത് സമയത്തും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വെളിയിലല്ലോ. അല്ലാഹു പറയുകയാണ്, നിന്നെ നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ ക്യാമറ എണ്ണി പഠിച്ചുകൊള്ളുക. അത് മറ്റാരുമല്ല, നിന്റെ അല്ലാഹ്. ആ ക്യാമറ എവിടെയാ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അത് ദേശീയ പാതയിലല്ല, അത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എവിടെയെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിന്റെ കണ്ണ് നരമ്പിനേക്കാൾ അടുത്ത് ഞാൻ ഇരിക്കുകയാണ്. എവിടെയാണ് ആ ക്യാമറ എന്നറിയുമോ? റിപ്പോർട്ട് നോക്കിയാൽ കാണില്ല, ദൃശ്യാംഗങ്ങളുടെ ഇടയിൽ കാണില്ല. ആ ക്യാമറ അല്ലാഹു വെച്ചിരിക്കുന്നത് വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു പറയുകയാ, നിന്റെ കണ്ണ് നരമ്പിനേക്കാൾ അടുത്തിരുന്നിട്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു യഅലമു മാ തുകിന്നു സുദൂറുഹും വ മാ യുഅ്ലിനൂൻ. അവനാണ് രഹസ്യങ്ങൾ അറിയുന്നവൻ, അവനാണ് പരസ്യങ്ങൾ അറിയുന്നവൻ. അല്ലാഹുവിന്റെ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷകനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതൊന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല. അല്ലാഹു പറയുകയാണ്, രണ്ടാമത്തെ ക്യാമറ ഏതെന്നറിയുമോ? അത് മറ്റാരുമല്ല, ഇത് മുത്തലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖരീബ്.
നിന്റെ ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും 2 മലക്കുകളെ ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ട് മലക്കുകൾ 2 ചുമലുകൾ ഇരുന്നിട്ട് നിന്നെ നിരീക്ഷിക്കുകയാണ്. എന്തേ മനുഷ്യ എനിക്കിത് മനസ്സിലാക്കുന്നില്ല? രണ്ടാമത്തെ ക്യാമറ റഖീബും എഴുതിയിട്ടല്ലാതെ നിങ്ങൾക്കൊരു വാക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. അവരാരാണ്? അവർ ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും ഇരിക്കുകയാണ്. നമ്മൾ സാധാരണ അർത്ഥം പറയുക ഇരിക്കുകയാണെന്നാണ്. അല്ല, ഖഈദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ആണോ ഉസ്താദ്? ഖാഇദ് ഇരിക്കുന്നവൻ. ഖഈദ് ലബ്ധപ്രതിജ്ഞ നേടിയ 2 പേർ. ഖഈദ് എന്ന് പറഞ്ഞാൽ ആ മലക്കുകളെ അല്ലാഹു ഉപയോഗിച്ചതും ലബ്ധപ്രതിജ്ഞ നേടിയ 2 മലക്കുകളാ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കോഴിക്കോട് അഫ്സലാ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോയി ടിക്കറ്റ് എടുത്തിട്ട് 2.5 മണിക്കൂർ സിനിമ കാണാൻ തിയേറ്ററിന്റെ അകത്തേക്ക് കയറുമ്പോ ആ സിനിമ തീരുന്നവര് റഖീബും അത്തീദിനെ ഈ ചുമലിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് അവര് വെളിയിലിരിക്കട്ടെ. സിനിമ കണ്ട് തീരുന്നത് അവര് വെളിയിലിരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഇളക്കി മാറ്റാൻ കഴിയുകയില്ല. വ്യഭിചാരം നടക്കുമ്പോ റഖീബും അത്തീദും മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇളക്കി മാറ്റാൻ കഴിയില്ല. കൂട്ടുകാരോടൊക്കെ രഹസ്യമായി പാതിരാവിന്റെ നിശബ്ദതയിൽ മദ്യപിക്കുമ്പോ ഇവരെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ഇളക്കി മാറ്റാൻ കഴിയില്ല. ഇടത്തെ തോളിലും വലത്തെ തോളിലും രക്തപ്രതിജ്ഞ നേടിയ ഇളക്കി മാറ്റാൻ കഴിയാത്ത സ്ഥിരമായി വറ്റ 2 മലക്കുകളെ നിങ്ങളെ നിരീക്ഷിക്കുന്നില്ലേ? ആ മലക്കുകളെ നിങ്ങളെ കാണുന്നില്ലേ? എവിടെ പോയാലും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സമയത്തും റഖീബും അത്തീദും നിന്റെ ചാരത്തുണ്ട്. അത് അഹ്മദ് കബീറിന്റെ തോളിലുണ്ട്, ഇറേറ്റിന്റെ തോളിലുണ്ട്, റസാഖുമാഷിന്റെ തോളിലുണ്ട്, ഇഷാദ് ബായിയുടെ തോളിലുണ്ട്. എന്നെ ഈ ശ്രമിക്കുന്ന പേരറിയാത്ത എന്നാൽ ഹൃദയത്തിൽ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ചുമലിലുണ്ട്. അതേത് സമയത്തും നമ്മുടെ അടുക്കൽ നിന്ന് മാറുകയില്ല. ഏത് സമയത്തും ആ മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. കഴിയുന്നവരെ ഇളക്കി മാറ്റാൻ സാധ്യമല്ല. പക്ഷേ 2 സമയങ്ങളിൽ മാത്രം ആ മലക്കുകൾ നമ്മുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 2 സമയങ്ങളിലൊഴികെ നമ്മുടെ ഈ ചുമലിൽ ഇളക്കി മാറ്റാൻ കഴിയാത്ത 2 മലക്കുകൾ അവര് 2 സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ആ സമയത്ത് അവരവിടെ നിന്ന് മാറി നിൽക്കും. 2 സമയങ്ങളിലൊഴികെ. ആ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ആ പഠനത്തിന് പോലും 1000 ചിന്തകൾ നമുക്ക് വരേണ്ടതുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ സന്ദർഭം ഇൻദൽ ജിമാഇ വ ഇൻദൽ ഖലാ. ചിന്തിക്കണേ തന്നെ, ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും നിനക്ക് ഇളക്കി മാറ്റാൻ കഴിയാത്ത 2 മലക്കുകൾ അവര് സ്വയമായി 2 സമയത്ത് നിന്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കും. ഒന്നാമത്തെ സമയം ഇൻദൽ ജിമാഇ, ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോ ആണും പെണ്ണും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗികമായ ശാരീരികമായ ബന്ധം നടക്കുമ്പോ ആ സമയത്ത് മലക്കുകൾ തോളത്തിരിക്കില്ല. അവരവിടെ നിന്ന് ഇറങ്ങി മാറി നിൽക്കുമത്രേ. രണ്ടാമത്തെ സമയം മലമൂത്ര വിസർജനം നടത്താൻ നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോ ആ സമയത്ത് മലക്കുകൾ മാറി നിൽക്കും. എന്തുകൊണ്ടെന്നറിയുമോ? എന്തിനാണ് ബാത്റൂമിൽ കയറുമ്പോ ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോ ഈ മലക്കുകൾ മാറി നിൽക്കുന്നത് എന്തിനാ? ഹബീബായ നബി തങ്ങൾ പറയാ, ലജ്ജകാരണത്താൽ. ആ സമയത്ത് നിന്റെ ശരീരം വെളിവാകുന്നുണ്ട്. നിന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാകുന്ന സമയമാണ്. ആ 2 സമയം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശാരീരിക ബന്ധം നടക്കുമ്പോ നാണം കാരണത്താൽ, ലജ്ജ കാരണത്താൽ ആ മലക്കുകൾ മാറി നിൽക്കുമത്രേ. ബാത്റൂമിന് കയറുമ്പോ, മലമൂത്ര വിസർജനത്തിന് കയറുമ്പോ അവന്റെ ശരീരത്തിന്റെ ലൈംഗിക ഭാഗങ്ങൾ വെളിവാകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നാണം കാരണത്താൽ, ലജ്ജ കാരണത്താൽ മാറി
നിൽക്കുമത്രേ. എന്റെ പൊന്നു സഹോദര, തന്റെ ഭാര്യഭർത്തൃബന്ധം നടക്കുമ്പോ ലജ്ജകാരണത്താലും മലക്കുകൾ പോലെ നാളം കൊണ്ട് മാറി നിൽക്കുമ്പോ ഇന്ന് നാം കേൾക്കുന്നത് മനുഷ്യ, അവിടെ നിനക്ക് നാണമില്ല. സ്വന്തം ഭാര്യയുമായിട്ടുള്ള കടപ്പരങ്ങൾ ഷൂട്ട് ചെയ്ത് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്ന വിത്തുകേടിന്റെ ആവാസത്തിന്റെ സമൂഹം. മനുഷ്യ, നിനക്ക് നാണമില്ലേ? നിനക്ക് ലജ്ജയില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗം കാണാതെ മലക്കുമാറി നിൽക്കുകയാ. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിപ്പോയ വീഡിയോ അറിയുമോ? ഏതോ ഭദ്രമതിയായ ഒരു പെണ്ണ്, മലപ്പുറം ജില്ലയിലെ പെണ്ണ്, മലപ്പുറം ജില്ലയിലെ പെണ്ണ്, മമ്പുറം തങ്ങളുടെ മലപ്പുറം, ഉപരിക്കാതികളെ കാൽപാദം പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു പെണ്ണാണ്. കാമുകന് വേണ്ടി തന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ സെൽഫി ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത് തന്റെ കാമുകൻ അയച്ചു കൊടുക്കുമ്പോ കാമുകൻ പണി പറ്റിച്ചു. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. സ്വന്തം ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളെ കാമുകന് വേണ്ടി ഷൂട്ട് ചെയ്ത് വാട്സപ്പിലൂടെ അയക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനുഷ്യൻ സ്വായത്തമാക്കിയപ്പോ, ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങിയപ്പോ എല്ലാം ഷൂട്ട് ചെയ്യുന്ന മാനവാ, നിനക്കാണ് നന്ദിയില്ലാത്തത്, നിനക്കാണ് ലജ്ജയില്ലാത്തത്, നിനക്കാണ് നാണമില്ലാത്തത്. നീ ഗുഹ്യസ്ഥാനം വെളിവാകുന്ന ഭാര്യഭർത്തൃബന്ധം നടക്കുമ്പോ, ബാത്റൂമിൽ പോകുമ്പോ ആ സമയത്ത് മലക്കുകൾ മാറി നിൽക്കും. ഈ രണ്ട് സമയമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്യാമറയുടെ കണ്ണു വെട്ടിച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പൂർണ്ണമായും എന്റെ നിരീക്ഷണത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എത്ര ക്യാമറയായി? രണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ പിന്നെ ബാത്റൂമിൽ കയറിയിട്ട് നമ്മടുത്തരം കാണിച്ച നമ്മൾ അങ്ങനെ ചിന്തിക്കും. നമ്മുടെ ചിന്ത എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ബാത്റൂമിൽ കയറിയിട്ട് പിന്നെ തമ്മാടിത്തരം കാണിച്ചാൽ അതിന് പ്രശ്നമില്ലല്ലോ എന്ന് ഇതിന്റെ ഇടയിൽ പഴുത് ചിന്തിക്കുന്ന ആളുകളാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, അവര് നാണം കാരണത്താൽ, ലജ്ജ കാരണത്താൽ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അൽ ഈമാനു വൽ ഹയാഉ മുഖ്തരിനാനി, ഈമാനും ലജ്ജയും പരസ്പരം ചേർന്ന് കിടക്കുന്ന സ്വഭാവമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാനുണ്ടോ ലജ്ജയുണ്ടാവും. ഈമാനില്ലാത്ത പെണ്ണാണ് തന്റെ രഹസ്യഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുക. ഈമാനില്ലാത്ത ആണാണ് അധമ്മാടിത്തരത്തിന് വേണ്ടി തയ്യാറാവുക. പെണ്ണിന് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ മോശമാണ് പൊന്നേ. തലവാസ്താദ് പാടിയിട്ടുണ്ട് നിമിഷകവി, പെണ്ണിനു ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ കട്ടമാണ് പൊന്നേ. പെണ്ണിനെങ്ങാനും ലജ്ജ നശിച്ചു പോയാൽ ഇന്നതാണ് കേരളം കാണുന്നത്. ഒരു സരിതയുടെ പുറകെയാണ് കേരളം. പെണ്ണിന് ലജ്ജ നശിച്ചു പോയാൽ എത്രത്തോളം മതപ്പതിക്കാം എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ പെണ്ണൊരു ഡയറി കക്ഷത്തിൽ പിടിച്ചിട്ട് നിൽക്കുക, ഏത് സമയത്ത് ആരുടെ വായിട്ടെന്ന് അറിയില്ല. തലസ്ഥാന നഗരിയിലൂടെ നടന്നു പോകുമ്പോ കയ്യിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛനാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കളയാൻ 10 വിരലിത്തകയാണ് വട്ടം ചെയ്യുന്ന പെണ്ണ് പറയുന്ന വെളിപ്പെടുത്തലിന്റെ മുകളിൽ ക്യാമറ കണ്ണുകളുമായി കടന്നു പോകുന്ന സാംസ്കാരിക കേരളത്തെ ഒത്തിട്ട് ലജ്ജിച്ചു പോവുകയാണ്. അത് പറയാതിരിക്കാൻ തരമില്ല. ഇതേവരെ കേരളത്തിന്റെ ഒരു വിവാദത്തിൽ ഇടപെടാത്ത, കേരളത്തിന്റെ മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര പോലും KS ചിത്ര പാട്ട് പാടാൻ വേണ്ടി വാതുറന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ ഇപ്പോഴാണ് അവര് പറഞ്ഞു ഈ സരിതയുടെ മഹത്വവൽക്കരണം സ്ത്രീ സമൂഹത്തിന് ആപത്താണ്. വിവരവും ബോധവുമുള്ളവരൊക്കെ പറഞ്ഞു പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക തൊഴിലാളികളെക്കാൾ വലിയ കച്ചവടത്തിന്റെ സമവാക്യം കൊണ്ട് ഇറങ്ങുന്ന ഒരു പെണ്ണിന്റെ പുറകെ വിവരവും വിദ്യാഭ്യാസമുള്ളവർ ചാനൽക്കണ്ണുകളുമായി കടന്നു പോകുന്നത് ഇത് ഏറ്റവും വലിയ സാംസ്കാരിക പൈതൃകത്തിന്റെ അധപ്പതനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ അംശന്മാര്, ആമീൻ പറ. എന്റെ സരിതയ്ക്കെതിരെയുള്ള പ്രസംഗം ഫേസ്ബുക്കിൽ കടപ്പെട്ടിട്ടുണ്ട്. എന്റെ പേരെക്കാരും പറയോ? ഇപ്പൊ അവർക്ക് ദേശമുള്ളവരൊക്കെ പേര് പറയാം. ഇനിയിപ്പോ എങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നാണമില്ല കേരളീയ സമൂഹത്തിന്. രാഷ്ട്രീയമായ പകപോക്കലുകൾ ആണുങ്ങൾ തമ്മിലോ
ഞാനിത് LDF UDF പറയല്ല. എന്റെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇന്ന് വാദഗതിന് നേരെ പോകും. നാളെ കേരള യാത്രയുടെ സമാപനം എന്റെ അയൽപക്കത്താണ്. ഞാൻ പങ്കെടുക്കും. എനിക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷെ എന്റെ വാദത്തിന്റെ സദസ്സ് ഞാൻ അത് ഉപയോഗിക്കാറില്ല. പിന്നെ മലയാള മണ്ണിൽ ജീവിച്ചിട്ട് രാഷ്ട്രീയമായ ഒരു പക്ഷമില്ലെങ്കിൽ പിന്നെ അവനൊന്നും നട്ടല്ല. ഇല്ല പിന്നെ വാടപ്പുണ്ടിയല്ല. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ പകവെക്കലുകൾ അത് ആണുങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ വടിവെക്കൽ നിൽക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരു പെണ്ണിന്റെ ചുണ്ടിന്റെ മുകളിൽ രാഷ്ട്രീയമായ പകവെക്കലുകൾ ഉണ്ടാകുന്നത് അത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ അഭിമാനത്തിന്, നമ്മുടെ പഠനത്തിന്, നമ്മുടെ വിവരത്തിന്, നമ്മുടെ ബോധത്തിന് ഭൂഷണമല്ല. പകവെക്കലുകൾ രാഷ്ട്രീയമായിട്ടാകട്ടെ, അങ്ങോട്ടാകട്ടെ, ഇങ്ങോട്ടാകട്ടെ, അത് ആണുങ്ങൾ തമ്മിലുള്ള കളിയാണ്. അതിൽ പെണ്ണ് പാടില്ല. അതാരുമാകട്ടെ, അയൽവക്കം തമ്മിലാണെങ്കിലും, കൂട്ടുകാര് തമ്മിലാണെങ്കിലും, വീട്ടുകാര് തമ്മിലാണെങ്കിലും ഏറ്റുമുട്ടേണ്ടത് ആൺകുട്ടികൾ തമ്മിലാണ്. അതിന്റെ ഇടയിൽ പെണ്ണിനെ കൊണ്ടുവന്ന് ഈ കാണിക്കുന്ന രാത്രിയുടെ സംസ്കാരം അത് നമ്മുടെ സാംസ്കാരിക ജനതയ്ക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കവറും കപ്പന്നുണയും പറയാൻ മാത്രമല്ല, ഒരു നാട്ടിൽ നടക്കുന്ന വർത്തമാനകാല പ്രശ്നത്തിൽ കൃത്യമായ നിലപാടുകൾ നമ്മൾ പറഞ്ഞിരിക്കും. ആ ഒരു നിലപാടുള്ള ആളാണ് ഞാൻ. അതിന്റെ പേരിൽ വിമർശിക്കപ്പെടേണ്ടി വന്നാൽ പുഞ്ചിരിയോടെ നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അപ്പൊ പിന്നെ ബാത്റൂമിൽ കയറിയിട്ട് തമ്മാടിത്തരം ചെയ്ത പ്രശ്നമില്ലല്ലോ എന്നാണ്. എന്റെ മോനെ, ലജ്ജ കൊണ്ട് ആ മലക്കുകൾ മാറി നിൽക്കുന്നുവെങ്കിലും അവരുടെ കണ്ണിൽ ട്രാൻസ്പെറന്റ്, അവർക്ക് വെളിയിൽ നിന്നാൽ നിന്നെ കാണാൻ കഴിയും. അവര് കാണാതെ നിനക്ക് അതിന്റെ കൊത്തൊന്നും ചെയ്യാൻ കഴിയില്ല. വെളിയിൽ നിന്നാലും വാതിലടച്ചു കുറ്റിയിട്ടാലും ട്രാൻസ്പെറന്റ് ആണ്. ആ മലക്കുകൾക്ക് നിന്നെ കാണാൻ കഴിയും. പക്ഷേ ലജ്ജ എന്തെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, ലജ്ജയുടെ വിലയറിയിക്കാൻ വേണ്ടി മലക്കുകൾ മാറി നിൽക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നിങ്ങൾ സലാത്ത് ചൊല്ലി സഹകരിക്കില്ലെങ്കിൽ വിഷയം പോകില്ല. ഇപ്പൊ അത് തീരേണ്ട സമയം. ഞാനിപ്പോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, നിന്റെ മലക്കുകൾ, രണ്ട് മലക്കുകൾ, ആ മലക്കുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ആ മലക്കുകൾ രണ്ട് മലക്കുകൾ മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ മലക്കുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ അവയവത്തിലും അല്ലാഹു ഓരോ ക്യാമറകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഓരോ അവയവത്തിൽ നിന്നെ സൂക്ഷിച്ചു നിൽക്കുന്ന മലക്കുകളുണ്ട്. കയ്യിൽ മലക്കുകളുണ്ട്. നീ കൈകൊണ്ട് ചെയ്യുന്ന തമ്മാടിത്തരത്തിന് സാക്ഷിയായി നിന്റെ കൈകളിൽ അല്ലാഹു മലക്കുകളെ നിരീക്ഷണത്തിന് വെച്ചിട്ടുണ്ട്. കാലുകൊണ്ട് ചെയ്യുമ്പോൾ കാലിലൊരു മലക്കുണ്ട്. നിന്റെ ഓരോ അവയവത്തിലും ഞാൻ നിരീക്ഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണേ, രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏറ്റവും വലിയ ക്യാമറ കണ്ണിന്റെ നിരീക്ഷണത്തിനാണ് ഞാൻ നീ ജീവിക്കുക. നാലാമത്തെ ക്യാമറ ഏതെന്നറിയുമോ? അല്ലാഹു പറയുകയാ, ഓരോ അവയവത്തിലും നിരീക്ഷകരുള്ളതുപോലെ പകല് നീ ചെയ്യുന്ന തെറ്റുകളെ നിരീക്ഷിക്കാൻ ഒരു വിഭാഗം നിരീക്ഷകരുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ആകാശത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വരും. അവര് സത്യവിശ്വാസികളുടെ ഒപ്പം ചേരും. അവര് അസർ നിസ്കാരം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അസറിന്റെ സമയമാകുമ്പോ ആ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. സുബഹി മുതൽ അസർ വരെ നീ എന്ത് ചെയ്തുവോ, ഏത് നന്മ ചെയ്തുവോ, ഏത് തിന്മ ചെയ്തുവോ, അല്ലാഹുവിന്റെ മുമ്പിൽ അവര് പറഞ്ഞു കൊടുക്കും. അസറാകുന്ന വേറൊരു ശിറ്റ് കടന്നു വരും. പിറ്റേ ദിവസം സുബഹി വരെ രാത്രിയുടെ കാവൽക്കാരായി അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. പിറ്റേ ദിവസം സുബഹിക്ക് അവര് തിരിച്ചു പോകും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, രാത്രിയും പകലിനും പ്രത്യേക നിരീക്ഷകരെ വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു സ്ഥാപനമുണ്ടെങ്കിൽ വർഷത്തിന് കണക്ക് നോക്കാറുണ്ട്, മാസത്തിന് കണക്ക് നോക്കാറുണ്ട്, ഡെയിലി കണക്ക് നോക്കാറുണ്ട്. ഡെയിലി കണക്ക് നോക്കാനുള്ള മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിലുണ്ട്. തീർന്നിട്ടില്ല. മലായികത്തു യശ്ഹദൂ, മൊത്തത്തിൽ കുറെ മലക്കുകളുണ്ട്. എല്ലാം നിരീക്ഷിക്കുന്ന മലക്കുകൾ, എല്ലാം കാണുന്ന മലക്കുകൾ. ആ മലക്കുകൾ ചെയ്യുന്ന
ചെയ്യുന്ന തെറ്റുകളും തിന്മകളും നന്മകളെ കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മഹാന്മാരായ ഉലമാക്കൾ ചോദിച്ചത്, ഏ മനുഷ്യ, മാ തസ്തഹ്യൂന മിനല്ലാഹ്, എല്ലാം കാണുന്ന ക്യാമറ കണ്ണിന്റെ ഉള്ളിൽ നിൽക്കുന്ന അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അമാ തസ്തഹ്യൂന മിനല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തിട്ട് നിനക്ക് ലജ്ജയില്ല മനുഷ്യ, നിന്റെ റബ്ബിനെ ഓർത്തിട്ട് നിനക്ക് നാണമില്ല മനുഷ്യ, അല്ലാഹുവിനെ ഓർത്തിട്ട് നിനക്ക് നാണമില്ലേ, അല്ലാഹുവിനെ ഓർത്തിട്ട് നിനക്ക് നാണമില്ലേ? എന്റെ റബ്ബിനെ കാണുകയാണല്ലോ, ഞാൻ ഈ ചെയ്യുന്ന തെറ്റുകൾ എന്റെ യജമാനൻ കാണുന്നുവല്ലോ, നാളെ പരലോകത്ത് ഞാൻ അവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ നിൽക്കുക? ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചിട്ടല്ലാതെ നിൽക്കാൻ കഴിയില്ലല്ലോ. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നടന്നു പോകുന്ന അഭിനവകാര സമൂഹമേ, അല്ലാഹു ചോദിക്കുകയാ, മലായികത്തുകൾ ചോദിക്കുകയാ, അമാ തസ്തഹ്യൂന മിനല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് രക്ഷയില്ലയോ? അതുകൊണ്ടാണ് അറഫാ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ദിക്റുകളുമായി ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ അറഫാ മൈതാനിയിലെ കരിമ്പാറക്കെട്ടിലേക്ക് ചാരി നിന്നിട്ട് പൊട്ടിക്കരയുകയാണ് മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു. മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു മാനവരുടെ പാറക്കെട്ടിലേക്ക് അറഫാ മൈതാനിയിൽ അറ്റുച്ച നേരത്തെ കരിമ്പാറക്കെട്ടിലേക്ക് ചാരി നിന്നിട്ട് പറയാ, ഓ യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞാൻ ചെയ്ത പാപങ്ങൾ എന്റെ അല്ലാഹ് എനിക്ക് പുറത്തു തന്നാലും. സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെയ്ത പാപങ്ങൾ എന്റെ റബ്ബിനെക്ക് പുറത്തു തന്നാലും നാളെ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അവന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് നാണമോ, എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, അതിന്റെ ഉടമയെ നമ്മൾ അവനറിയാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നമ്മളെ കയ്യോടെ പിടികൂടിയിട്ട് അറിയാതെ സംഭവിച്ചതാണെന്ന് ഉടമയോട് മാപ്പ് പറഞ്ഞപ്പോ ഉടമ പറഞ്ഞു, എന്നാൽ പോവട്ടെ, ഉടമ നമുക്ക് മാപ്പ് ചെയ്തു തന്നു. എന്നാലും പിന്നെ ആ ഉടമയുടെ മുമ്പിൽ നിൽക്കുമ്പോ നമുക്ക് നാണമല്ലേ, നമുക്ക് ലജ്ജയല്ലേ? ഇത്രയും വിശ്വസിച്ചിട്ട് തന്നെ ഏൽപ്പിച്ച ഈ മനുഷ്യനോട് ഞാൻ ഈ കുടുംബാലകം ചെയ്തുവല്ലോ എന്ന് നമുക്ക് മുമ്പിൽ നിൽക്കാൻ മടി വരില്ലേ? എന്റെ പൊന്നുമോനെ, എല്ലാം നിനക്ക് തന്ന, നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് ആരോഗ്യം തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന റബ്ബിനോട് തെറ്റ് ചെയ്തിട്ട് അവൻ പുറത്തു തന്നാലും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ നാണമാണ്, എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ ലജ്ജയാണ്. ഇത്രയൊക്കെ അനുഗ്രഹം എനിക്ക് ചെയ്തു തന്നിട്ടും ഞാൻ എന്റെ റബ്ബിനോട് തെറ്റ് ചെയ്തവനാണല്ലോ. അറഫാ മൈതാനിൽ പൊട്ടിക്കരഞ്ഞിട്ട് മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു മാനവരോട് പറഞ്ഞു, അത്രേ അല്ലാഹുവേ, ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിന്നോട് പൊറുക്കലിനെ തേടാമെന്നതാണ് മഹാഭാവിയായ സുഫിയാൻ തൗരി സദസ്സിലുണ്ടെന്ന് വെച്ചിട്ട് നീ അവരോട് അവരുടെ ദുആയെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ആരാ പറയുന്നതെന്നറിയോ? ഇന്നേ വരെ ഇങ്ങനെ ഒരു ചേതോ വികാരം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ പറയുന്നത് തൗബ ചെയ്യാനല്ല, ഞാൻ പറയുന്നത് തൗബ ചെയ്ത് മടങ്ങാനല്ല. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നാലും യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷകനായ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവനെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക? അവനെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ മക്കളോട് തന്നെ പറയണം, നമ്മുടെ മക്കളോട് പറയണം, മക്കളെ തെറ്റ് ചെയ്യല്ല, മക്കളെ ഭാര്യമാരോട് പറയണം തെറ്റ് ചെയ്യല്ല പെണ്ണെ. കാരണം നമ്മൾ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ്, നമ്മൾ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ്. നമ്മളോട് പറയണം, ഭാര്യയോട് പറയണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു ഷോപ്പിംഗ് മാളിൽ മക്കളുമായിട്ട് പോയി അവിടെ കിടന്ന് വേലത്തിനെ കാണിക്കുമ്പോൾ നമ്മൾ മക്കളോട് പറയും, ക്യാമറയിൽ പതിയായിക്ക് നടക്കും.
ഇപ്പൊ ദുബൈ മാളിൽ പോയാൽ ദുബൈ മാളിലെ ക്യാമറ ഏറ്റവും വലിയ ക്യാമറയാന്നാ പറയാ. അതിലൂടെ നടന്നു പോകുമ്പോൾ അപ്പുറത്തൂടെ വരുന്ന ഒരു പെണ്ണിനെ വെറുതെ ഒന്ന് നോക്കിയാലും ആ ഒരു നിമിഷത്തിൽ സെക്യൂരിറ്റി റൂമിൽ നിന്ന് ആളുകൾ വന്ന് ക്ലിപ്പിട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ. 22,000 ക്യാമറകളാണ് ദുബൈ മാളിന്റെ ഉള്ളിലുള്ളത്. അതിനെ നിരീക്ഷിക്കാൻ 2,000-ലധികം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. ഒരു പെണ്ണിന്റെ പുറത്ത് നടന്നു പോണ സമയത്ത് മെല്ലെ ഒന്ന് തൊട്ടാ മതി, അപ്പൊ പൊക്കിയിട്ടുണ്ടാവും. അത്ര വലിയ ക്യാമറയാണ്. അതിലൂടെ നടന്നു പോകുന്ന മക്കളോട് നമ്മൾ പറയും, മക്കളെ കുരുത്തക്കേട് കാണിക്കല്ലേ, CCTVയുടെ നിരീക്ഷണത്തിലാണ്, ക്യാമറയിൽ കാണും, ഈ സാധനം നശിപ്പിക്കല്ലേ, ക്യാമറയിൽ ഒപ്പിയെടുക്കും. ഇന്ന് വീട്ടിൽ നമുക്ക് ക്യാമറയാണ്. എന്നാൽ ഞാനത് ചോദിക്കട്ടെ, ഓരോ വാപ്പയോടും ഉമ്മയോടും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കളെ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ വലിയൊരു നിരീക്ഷണം, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? മക്കളോട് അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് മക്കളോട് ഈ ചെറിയ പ്രായത്തിൽ 8 വയസ്സ് 10 വയസ്സ് 6 വയസ്സുള്ള മക്കളോട്, മക്കളെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു കാണാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് കൂടെ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ടെന്ന് കൈകൊക്കി. ഒന്ന് 2 ഇല്ല മാബൈന